അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം എന്ന കാര്യമാണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ആറ്റം മോഡൽസിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ആറ്റം മോഡലാണ്. അപ്പം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് തിയറീസ് എന്നത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നതും ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമാണ്. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നതിൽ നിന്നിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്രോഗ്ലി എന്ന സയൻറ്റിസ്റ്റിൻ്റെ ഇക്വേഷനാണ്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അവിടെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പിട്ട് അതിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ പഠിക്കും. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ദിസ് മീൻസ് ഒരു ഫോട്ടോൺ എടുത്താൽ ഫോട്ടോണിന് മൊമെൻറ്റവും ഉണ്ടാവും, വേവ് ലെങ്തും ഉണ്ടാവും. അതുപോലെ ഇലക്ട്രോൺസ് എടുത്താലും അതിനൊരു മൊമെൻറ്റവും കാണും, വേവ് ലെങ്തും ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. പാർട്ടിക്കിൾ നേച്ചറിലും വേവ് നേച്ചറിലും ഒക്കെ അറിയുന്നു. അതുകൊണ്ടിട്ട് നമ്മൾ കാണുന്ന ഒരു ഇക്വേഷനാണ് ഡി ബ്രോഗ്ലി എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഇക്വേഷൻ. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കിളാണ്. mv എന്ന് ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റമാണ്. അപ്പം അതൊരു പാർട്ടിക്കിളിൻ്റെ ഫീച്ചറാണ്, ഒരു മാസ്സുള്ള സബ്സ്റ്റൻസിന് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം. അപ്പം അല്ലെങ്കിൽ h/p എന്ന് എടുക്കാം. ഇതാണ് ഫസ്റ്റ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഡി ബ്രോഗ്ലീസ് വേവ് ഇക്വേഷൻ. ഇനി ഡി ബ്രോഗ്ലീസ് വേവ് ഇക്വേഷൻ നമ്മൾ പ്രോബ്ലവും ചെയ്ത് പഠിക്കാൻ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തന്നെയായിരിക്കും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൂവിങ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അറ്റ് എ ടൈം നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി ദി എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് എക്സാക്റ്റ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ എന്നതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, മനസ്സിലേക്കാണോ എന്ന് വിശ്വസിക്കുന്നുള്ളൂ. പൊസിഷനും മൊമെൻറ്റവും അറ്റ് എ ടൈം പറയാൻ പറ്റത്തില്ല ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓഫ് ആൻ മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. അതായത് ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഡെൽറ്റ എക്സ് എന്ന അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്, ഇത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റമാണ്. h/4π എന്ന് പറയുന്നു. നമ്മൾ കുറച്ച് മുമ്പേ ബോറിൻ്റെ തിയറി പഠിച്ചപ്പോഴത്തേക്ക് അവിടെ ആറ്റംസ് ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുന്നു, ഓരോ ഷെല്ല് ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെയല്ല നമ്മൾ പഠിക്കണേ, ഓരോ ഷെല്ല് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ പഠിച്ചത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ദി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി h/2π എന്ന്. അതായത് പുള്ളീൻ്റെ തിയറി പ്രകാരം ഇലക്ട്രോൺസ് അലൗഡ് ആയിട്ടുള്ള ഫിക്സഡ് സർക്കുലർ പാത്തിൽ സ്റ്റേഷനറി ലെവലുള്ള എനർജി വരുന്ന പാത്തിലൂടെ പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു മീനിങ്ങിൻ്റെ അർത്ഥം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോറിൻ്റെ തിയറി പ്രകാരം ഇവിടെ ഒരു റൗണ്ട് അല്ലേ ഉദ്ദേശിച്ചത്, ഒരു ഫിക്സഡ് സർക്കുലർ പാത്ത് അല്ലേ. പക്ഷേ ഇത് പ്രകാരം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊരു റീജിയനാണ്. ഈ റീജിയണിൽ കണ്ടോ, ഞാൻ ഈ വരയ്ക്കുന്നുണ്ടോ, ഈ റീജിയണിൽ എവിടെ വേണമെങ്കിലും ഇലക്ട്രോൺസിനെ കാണാം. അതാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റംസ് പറഞ്ഞു തരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. അതുകൊണ്ടാണ് ബോർ മോഡലിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഈ ഒരു റീജിയനാണ് ഇലക്ട്രോൺ കാണപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലം. നമുക്കറിയാം s/p/d അങ്ങനെയൊക്കെയുള്ള ഓരോ ഓർബിറ്റൽസ് ഉണ്ട്. s ഓർബിറ്റൽ, p ഓർബിറ്റൽ, d ഓർബിറ്റൽ, അതിനൊക്കെ ഓരോ ഷേപ്പ് ഉണ്ട്. അതായത് ഈ റീജിയനിൽ ചില പ്രത്യേക ഷേപ്പിൽ അല്ലെങ്കിൽ ചില പ്രത്യേക റീജിയനിൽ മാത്രമായിരിക്കും ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഓർബിറ്റൽ എന്നൊരു കൺസെപ്റ്റ് തന്നെ വന്നത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇനി ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒരിക്കലും മറക്കാതെ പോകരുത്. ഡെൽറ്റ പീനെ p = mv എന്നാണ്, mv എന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ മറന്നു പോയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കൂടെ പറയാം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രജക്ടറീസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദി
ആൻഡ് അതർ സിമിലർ പാർട്ടിക്കിൾസ്. അതായത് ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ്, എന്തിൻ്റെ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രാജക്ടറീസ് ഓഫ് ഇലക്ട്രോൺസ്. ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ട്രാജക്ടറി, ഇലക്ട്രോണിൻ്റെ ആ മൂവ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിളായി എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കപ്പം ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രോബ്ലവും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ പറയുന്ന തിയറീസൊക്കെ തന്നെ നെഗ്ലിജിബിൾ ടു മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിളിൻ്റെ കാര്യമൊക്കെ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. എന്തായാലും ഹെയ്സൻബെർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പഠിച്ചിരിക്കണം. അതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അടുത്തതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഇതിനെക്കുറിച്ച് വലിയ സെൻറ്റൻസ് ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ കുറച്ചും പഠിച്ച 2 തിയറീസ് വെച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ബേസിസിൽ വന്നത് എന്നൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സ് വാസ് ഡെവലപ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ 1926 ബൈ ഹെയ്സൻബെർഗ് ആൻഡ് ഷോഡിഞ്ചർ. അപ്പോൾ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു ശാസ്ത്രശാഖ വികസിച്ച് വന്നപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആരുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഷോഡിഞ്ചർ ഉണ്ടാക്കി. ഷോഡിഞ്ചർ എന്ന സയൻറ്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് അതൊരു വേവിക്കേഷനാണ്, ഷോഡിഞ്ചേഴ്സ് വേവിക്കേഷനാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷോഡിഞ്ചേഴ്സ് വേവിക്കേഷൻ പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തതിന്, ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതിന് ഷോഡിഞ്ചർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിന് 1930 മുതൽ നോബൽ പ്രൈസ് വരെ ഫിസിക്സിൽ കിട്ടി. ഓക്കെ, ഷോഡിഞ്ചർ വേവിക്കേഷൻ എന്നത് ഹാമിൽട്ടോണിയൻ സൈ ഈക്വൽ ടു ഇ സൈ എന്നൊരു ഇക്വേഷനാണ്. ഹാമിൽട്ടോണിയൻ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്, ഈ എനർജിയാണ്. സൈ എന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും. അതായത് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി, ഇലക്ട്രോൺസ് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കുമെന്ന്, ഹയർ സ്റ്റാൻഡേർഡിൽ. ഇത് സാധാരണ നീറ്റ് എക്സാം, JEE എക്സാമിനൊക്കെ ഇതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് കയറി ചോദിച്ചിട്ട് ഇത് എന്താണ് സാധനം എന്നൊക്കെ ചോദിക്കും. എന്തായാലും സൊല്യൂഷൻ കൂടെ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഷോഡിഞ്ചർ വേവിക്കേഷൻ്റെ സൊല്യൂഷൻ. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0. സൈ എന്താണെന്ന് പറഞ്ഞ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഈ എനർജിയാണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. എം മാസ് ആണ്. ഇനി എക്സും വൈയും ഇസഡും വേരിയബിൾസ്. ഈ 3 ഡയമെൻഷൻ ജോമെട്രിയിൽ നിന്ന് എക്സും വൈ ഇസഡ് കോർഡിനേറ്റ്സ് ആണ്. ഇനി ഡോ എന്നത് ഒരു, നിങ്ങൾ കേട്ടിട്ടില്ല ഡിഫറൻസിയേഷൻ എന്ന് കേട്ടിട്ടില്ല, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എ സ്ക്വയർ, d/dx എന്നൊക്കെ ഒരു ഫോമുല നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത് ഡിഫറൻസിയേഷൻ അല്ല, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ഈ സംഭവം. മനസ്സിലായോ? നിങ്ങൾ ഹയർ സ്റ്റഡീസ് എത്തുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണിത്. അടുത്ത ഒരു സെക്ഷനാണ് നമ്മൾ അടുത്ത പോകുന്നത് ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന സെക്ഷനാണ്. ഓർബിറ്റൽസ്. അപ്പം ഓർബിറ്റൽസ് എന്നൊരു സെക്ഷൻ, ഓർബിറ്റൽസ് എന്നൊരു കൺസെപ്റ്റിലേക്ക് മുൻപ് വന്നു. ഞാനൊരു പടമൊക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്. എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? ഓർബിറ്റ് എന്നതിൽ നിന്നും ഓർബിറ്റൽസ് എന്നതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 3 ഡയമെൻഷൻ പിക്ചർ നമുക്ക് കിട്ടി. ഇനി ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നാണ് അറിയേണ്ടത്. ക്വാണ്ടം നമ്പേഴ്സ് എന്നത് ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് റെപ്രസെൻറ്റ്, ഒരു ഡെഫിനിഷനായിട്ട് പറയാനാണെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് റെപ്രസെൻറ്റ് ദി സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എന്നൊക്കെ നമുക്ക് ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാം. ഇനി ക്വാണ്ടം നമ്പേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ക്വാണ്ടം നമ്പേഴ്സ് കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പം 3p, ഇപ്പം ഞാൻ ആദ്യം ഡിഫറെൻറ്റ് ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന സാധനമാണ്. അത് n ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ 3p എന്ന് എഴുതിയാൽ 3 എന്നതാണ് അതിൻ്റെ n വാല്യൂ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോവും. അടുത്ത പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ടുതരുന്നത് ഏത് ഷെല്ലിലാണ് ആറ്റം ഇരിക്കുന്നത് എന്നാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1 ആയാൽ അത് K ഷെല്ലായിരിക്കും, 2 എന്ന് പറഞ്ഞാൽ L ഷെല്ലായിരിക്കും. ഇപ്പം 2s എന്ന് വന്നാൽ 2 ആണ് അതിൻ്റെ n വാല്യൂ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ അത് L എന്ന ഷെല്ലിലായിരിക്കും അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തതായിട്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്നാൽ ഓർബിറ്റൽ azimuthal quantum number also known as orbital angular momentum or subsidiary quantum number എന്നൊക്കെ അറിയപ്പെടുന്ന കാര്യമാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിൻ്റെ വാല്യൂ L ആണ്. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ കൊണ്ടിട്ട് ഏത് ഓർബിറ്റലാണ് അത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് ഓർബിറ്റൽ, S ആണോ P ആണോ D ആണോ അങ്ങനെയുള്ളത് ഏതാണെന്നാണ് പറഞ്ഞു തരുന്നത്. എല്ലിന് വാല്യൂസ് 0, 1, 2 എന്നിങ്ങനെയാണ് പോകുന്നത്. 0 വാല്യൂ ആണെങ്കിൽ S ഓർബിറ്റലായിരിക്കും, 1 ആണെങ്കിൽ P ആയിരിക്കും, 2 ആണെങ്കിൽ D ആയിരിക്കും, അങ്ങനെ പോകും.
മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം എന്ന് വെച്ചാൽ അത് ഓർബിറ്റലാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദി 3 ഡയമെൻഷൻ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. അത് എസ് ഓർബിറ്റൽ ആണോ പി ആണോ ഡി ആണോ എന്നൊക്കെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് വെച്ചിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലിന് 0, 1, 2 എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ. 0 വാല്യൂ ആണെങ്കിൽ എസ് ആണ്, 1 ആണെങ്കിൽ പി ആണ്, 2 ആണെങ്കിൽ ഡി ആണ്. അങ്ങനെ പോകും. അടുത്ത അത്രയും കാര്യമുള്ളൂ പഠിക്കാൻ അവിടെ. അപ്പം സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ, അതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. അത് മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ -L മുതൽ +L വരെ ഉണ്ടായിരിക്കും. എന്താണ് ഈ എൽ? എല്ലാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്നു വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നടക്കുന്നത്. എൻ അടുത്ത അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ എം ആണ്. എമ്മിന് എത്ര വാല്യൂസ് ഉണ്ടെന്ന് ചോദിച്ചാൽ -L മുതൽ +L വരെ, -L മുതൽ +L വരെ വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്കൊരു പേപ്പർ ഇങ്ങോട്ട് എടുക്കാം. -L മുതൽ +L വരെ വാല്യൂസ് ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്നുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പം 3p എന്നാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. ഇവിടുത്തെ n വാല്യൂ എത്ര? 3 ആണ്. അടുത്ത L വാല്യൂ എത്ര? SP. അപ്പം 1 ആണ്. 1 എന്ന് വെച്ചാൽ അതിന് എത്ര മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ -L മുതൽ +L വരെ വാല്യൂസ് ഉണ്ട്. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ 1 ആണ് കിട്ടിയത്. -1, 0, 1 അങ്ങനെ 3 വാല്യൂസ് ആണ് അതിൻ്റെ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി L എന്ന് പറയുന്നത് 2 കിട്ടിയാൽ എങ്ങനെ ആയിരിക്കും? -2, -1, 0, +1, +2 അല്ലേ? ഇതെന്ന് പറയുന്നത് 3p അല്ല ഉദ്ദേശിച്ചത്. പി എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഷെല്ലുകൾ വെച്ചല്ലേ ഉദ്ദേശിക്കുന്നത്. 1, 2, 3. ആ 3 എന്നാണ് ഈ സംഭവം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് ഡി എന്ന സബ്ഷെല്ലാണ്. ഡീൻ്റെ ഓർബിറ്റൽസ് എങ്ങനെ വരയ്ക്കുന്നത്? 5 ഇല്ല. 1, 2, 3, 4, 5. ആ 5 ഓരോന്നുമാണ് ഇത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഇത് വളരെ സിമ്പിളാണ് സംഭവം. അടുത്ത ഏറ്റവും അവസാനത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ് സ്പിൻ? അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ സ്പിൻ. ഇപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇറ്റ് റെപ്രസെൻറ്റ് ദി സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ, സ്പിൻ മൂവ്മെൻറ്റ്. അതായത് നമുക്കറിയാം ഒരു ഓർബിറ്റൽ ഇപ്പോൾ തന്നെ 2p എന്ന് പറഞ്ഞ സംഭവം എടുത്തു. 2p അപ്പോൾ അവിടെ തന്നെ 3 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെയല്ല ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് +½ ആണെന്ന് നമ്മൾ പറയും. ഇനി ഒരു എണ്ണത്തിൽ 2 ഉണ്ടെങ്കിൽ ഒരു +½ ഉണ്ട്, ഒരു -½ ഉണ്ടെന്ന് നമ്മൾ പറയും. ഇത്തരത്തിൽ ഇലക്ട്രോൺസിൻ്റെ സ്പിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ +½ എന്നോ -½ എന്നോ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. +½ എന്നോ -½ എന്നോ റെപ്രസെൻറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അത് വലിയ കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഫോർ കാൽക്കുലേഷൻ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ അത് ഓർബിറ്റൽസിനകത്ത് ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ സൂചിപ്പിക്കുന്നത്. 2 തരത്തിലുള്ള സ്പിന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ഹാഫ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ഹാഫ് ആയിരിക്കും. അങ്ങനെയാണ് അതിനൊരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ ഓർബിറ്റൽസും. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തോടെ പഠിക്കാൻ? ഇതിലെന്തല്ലേ ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്തൊരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് N+L റൂള്. എന്താണ് N+L റൂൾ? ഇപ്പം നിങ്ങളുടെ ചോദിച്ചേക്കുക 3p ആണോ 4s-നാണോ അതിൻ്റെ എനർജി ഏതിലാണ് ആദ്യം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ N+L വാല്യൂ ആണ് കാണുക. 3pൻ്റെ N+L വാല്യൂ എത്ര? N എന്ന് വെച്ചാൽ 3 ആണ്. L എന്ന് വെച്ചാൽ 0, 1 വരും. 3, 1, 4 വരും. ഇനി ഇതിൻ്റെ N+L വാല്യൂയോ? N 4, S 0, അപ്പം അതും 4 വരും. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ ഏതാണ് ആദ്യം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് വലിയ N വാല്യൂ ഉള്ള ആളായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുന്നത് ഇലക്ട്രോൺസ്. എന്നിട്ട് അടുത്ത L വാല്യൂയിലോട്ട് പോകത്തുള്ളൂ. സെയിം N+L വാല്യൂസ് വന്നാൽ. ഇവിടെ പഠിക്കാനുള്ള റോൾ ഇങ്ങനെയാണ്. N+L റോൾ വെച്ചിട്ടാണ് ഓരോ ഓർബിറ്റലിൻ്റെ എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് എന്നിട്ടുള്ള കാര്യം മാത്രമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആൻ ആറ്റം എന്നിട്ടുള്ള കാര്യമാണ്. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് അതിന് വേണ്ടിയിട്ട് 3 റൂൾസാണ് പഠിക്കേണ്ടത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീൻ്റെ ഓർഡറിലായിരിക്കും എന്നതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് the electrons are added in the increasing order of energy. എവിടെ ഡെഫിനിഷൻ? in order to in which the energies of the orbitals increases and ഇവിടെ എനർജീൻ്റെ ഓർഡറാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ആഡഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് their energies of the orbitals. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 1s 2s 2p 3s 3p 4s 3d 4p 5s 6 4d 5p 6s 4f 5d
6p7s 5f 6d7p. അപ്പോൾ ഇത്രയിൽ ആൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു 4s 3d 4p വരെയുള്ള എലമെൻസിൻ്റെ ഒന്ന് പഠിച്ചു വെക്കണം. അറ്റോമിക് നമ്പർ ഏകദേശം 30 വരെയുള്ള എലമെൻറ്റിൻ്റെ പഠിച്ചാലും മതി. അതാകുമ്പോൾ 3d വെച്ച് നമുക്ക് നിർത്താം. അത്രയും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം ഒരു +1 സ്റ്റുഡൻറ്റ്. അടുത്തതായിട്ട് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു ഓർബിറ്റലിനകത്തെ നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം, ഒരു ഓർബിറ്റൽ നാട്ട് നോക്കെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ട ഒരു ഓർബിറ്റ്, ഇതിപ്പോൾ 3 ഇതിപ്പോൾ ഒരു ഓർബിറ്റാണെന്ന് വെച്ചോ, ഇത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസിനും 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിട്ട് കിട്ടത്തില്ലെന്നാണ്. ഇത് 1s ആണെന്ന് വെച്ചോ, ഇതിൻ്റെ ബാക്കി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ഒന്നാണെങ്കിലും ഇലക്ട്രോൺസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഒന്ന് +1/2 ആണെങ്കിൽ ഒന്ന് -1/2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റ് ക്യാൻ ഹാവ് 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. 4 ഈക്വലായിട്ട് ഒരിക്കലും വരില്ല. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് തൊട്ടായിട്ടുണ്ട്. Only 2 electrons may exist in the same orbital and thus electrons must have opposite spin. ഓക്കെ, ഒന്ന് +1/2 ആണെങ്കിൽ അടുത്ത -1/2 ആയിരിക്കും എന്നതാണ് പറയുന്നത്. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ പറയുന്നുണ്ട്: മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 2n². അത് പഠിച്ചിരിക്കേണ്ട ഇക്വേഷനാണ്. നമ്മൾ ചോദിച്ചാൽ ഈ ഡെഫിനിഷൻ മാത്രം കൊടുത്താൽ മതി. അടുത്ത ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റീൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: it states pairing of electrons in the orbits belonging to the same subshell does not take place until each orbital belongs to that subshell has got 1 electron each. That is, electron singly occupied എന്നൊക്കെ പറയുന്ന ഹൺസ് റൂൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പി ഓർബിറ്റലിന് 3 എണ്ണം ഉണ്ട് അല്ലേ, 3 സംഭവമുണ്ട്. അപ്പം ഇതിൽ ഇലക്ട്രോൺസ് സിംഗിളി ഒക്കുപ്പൈഡ് ചെയ്ത് ഹാഫ് ഫിൽഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് ആയിട്ട് ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ. ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിൽ അത് സിംഗിളി ഒക്കുപ്പൈഡ് ആയിരിക്കും ഓരോ ഓർബിറ്റൽസിലും. അത്രേ ഉള്ളൂ. അതൊരു റൂളാക്കി പറഞ്ഞാൽ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആക്കി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റ്സ് ബിലോങ്സ് ടു ദി സെയിം സബ്ഷെൽ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് അണ്ടിൽ each orbital belongs to that subshell has got 1 electron each. That is, electron singly occupied. അപ്പോൾ ഹൺസ് റൂളിനെ സിമ്പിളായിട്ടും പറയാം. ഹൺസ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺ സിംഗിളി ഒക്കുപ്പൈഡ്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ അല്ല, മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.